वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 17 ശ്രദ്ധാവിഭാഗങ്ങൾ ശ്ലോകം 26 തൊട്ട് 28 26 27 28. ശ്ലോകം 26. സദ്ഭാവേ सद्भावे സാധുഭാവേ साधुभावे ച च ഇതി सति एतत् പ്രയുജ്യതേ प्रयुज्यते പ്രശസ്തേ प्रशस्ते കർമ്മണി कर्मणि തദാ तदा സത്ശബ്ദ सच्छब्दा പാർത്ഥ पार्था യുജ്യതേ युज्यते യജ്ഞേ यज्ञे തപസി तपसि ദാന दान ഏവച സ്ഥിതി स्थिति സത് सत् ഇതി ച इति च ഉച്യതേ उच्यते കർമ്മ कर्म ന ഏവ തദർത്ഥീയം तदर्थीयं സത് सत् ഇതി इति ഏവ एव അഭിധീയതേ. अभिधीयते സദ്ഭാവേ സാധുഭാവേ ച सद्भावे സദിത്യേതത് പ്രയുജ്യതേ. प्रयुज्यते പ്രശസ്തേ കർമ്മണി തദാ प्रशस्ते कर्मणि तदा സത്ശബ്ദ പാർത്ഥയുജ്യതേ. सच्चप्राप्तयुज्यते യജ്ഞേ തപസി ദാനേ ച यज्ञे तपसि दाने च സ്ഥിതി സത് ഇതി ചോച്യതേ. स्थितिः കർമ്മ ചൈവ തദർത്ഥീയം कर्माचैव तदर्थीयं സദിത്യേവാഭിധീയതേ. तदेवाभिधीयते സദ്ഭാവേ സാധുഭാവേ ച तद्भावे च സദിത്യേതത് പ്രയുജ്യതേ. तदिच्छते तत्प्रयुज्यते പ്രശസ്തേ കർമ്മണി തദാ प्रशस्ते कर्मणि तदा ശബ്ദാ പാർത്ഥയുജ്യതേ. सच्चप्राप्तयुज्यते യജ്ഞേ തപസി ദാനേ ച यज्ञे तपसि दाने च സ്ഥിതി സത് ഇതി ചോച്യതേ. सदिच्यते കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. ഹരേ കൃഷ്ണ. മൂന്ന് ഭാഷയോ? ഓക്കെ. ഹായ് ശ്രീനിവാജി. ഹരേ കൃഷ്ണ പ്രഭു. പ്രധാന പദാർത്ഥം പാർത്ഥ. ഹേ പാർത്ഥ, സദ്ഭാവേ പരമപുരുഷന്റെ സ്വഭാവമെന്ന നിലയ്ക്ക്, സാധുഭാവേച്ച ഭക്തന്റെ സ്വഭാവമെന്ന നിലയ്ക്കും, സത് ഇതി സത് എന്ന്, ഏതത് ഇത്, പ്രയുജ്യതേ പ്രയോഗിക്കപ്പെടുന്നു, തഥാ അപ്രകാരം, പ്രശസ്തേ പ്രശസ്തമായ, കർമ്മണി കർമ്മത്തിലും, സശബ്ദം സത് എന്ന ശബ്ദം, യുജ്യതേ യുജ്യമാകുന്നു, യജ്ഞേ യജ്ഞത്തിലും, തപസ്സി തപസ്സിലും, ദാനേച്ഛ ദാനത്തിലും, സ്ഥിതി പ്രതിഷ്ഠ, സച്ച ഇതി സത് എന്ന് ഉച്യതേ പറയപ്പെടുന്നു, തദർത്ഥീയം അവയ്ക്ക് വേണ്ടിയുള്ള, കർമ്മ ഏവച കർമ്മം തന്നെയും, സത് ഇതി ഏവ പരമപുരുഷൻ എന്ന് തന്നെ, അഭിധീയതേ അഭിദാനം ചെയ്യപ്പെടുന്നു. വിവർത്തനം.
നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. ആ വിധത്തിലുള്ള യജ്ഞമനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് പറയും. കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റ് പ്രവൃത്തികളെ പോലെ യജ്ഞദാനതപ കർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ. ഭാവാർത്ഥം ഭക്തിവേദാന്ത ശ്രീല പ്രഭുവാദ് മഹാരാജിക്ക് ചെയ്യും. പ്രശസ്തേ കർമ്മണി, വിധി വിഹിത കർമ്മങ്ങൾ എന്ന വാക്കുകൾ വേദസാഹിത്യങ്ങൾ ഗർഭധാനം മുതൽ മരണം വരെ മനുഷ്യജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന സംസ്കാര ക്രിയകളെ സൂചിപ്പിക്കുന്നു. ജീവാത്മാവിന്റെ ആത്യന്തിക മുക്തിക്ക് വേണ്ടി ചെയ്യുന്ന പവിത്രീകരണ പ്രക്രിയകളാണിവ. ഈ ക്രിയകളോടൊപ്പം ഓം തത് സത് ഉച്ചരിക്കുകയും വേണം. സദ്ഭാവേ സാധുഭാവേ എന്നീ വാക്കുകൾ ആധ്യാത്മിക അവസ്ഥയെ കുറിക്കുന്നു. നാവബോധപൂർവകമായ കർമ്മം സാത്വികവും അത്തരം കർമ്മങ്ങളെ പറ്റി തികച്ചും ബോധമുള്ളവൻ സാധുവുമത്രേ. ഭക്തന്മാരുമായുള്ള സഹവാസത്താൽ ആധ്യാത്മിക വിഷയങ്ങൾ സ്പഷ്ടമാവുമെന്ന് ശ്രീമദ് ഭാഗവതം 25.25 പറയുന്നു. സദാം പ്രസംഗാത് എന്നീ വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സത്സംഗം കൂടാതെ ആർക്കും ആധ്യാത്മിക ജ്ഞാനം ലഭ്യമല്ല. ദീക്ഷാസമയത്തും പൂണൂൽ ധരിക്കുമ്പോഴും ഓം തത് സത് എന്ന് മന്ത്രിക്കണം. പരമപുരുഷനെ ശിഷ്യമാക്കിയുള്ള ഏത് യജ്ഞത്തിലും അങ്ങനെ ചെയ്യണമെന്നാണ് വിധി. ക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുക മുതലായ പരമപുരുഷന് വേണ്ടി ചെയ്യപ്പെടുന്ന ഏത് പ്രവൃത്തിയും ഭഗവത് ചരിതങ്ങൾ കീർത്തിക്കുന്നുൾപ്പെടെ തദർത്ഥീയം എന്ന വാക്കാൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. സർവകർമ്മങ്ങളുടെയും പരിപൂർണതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പല വിധത്തിലും ഓം എന്നീ മഹത്തായ വാക്കുകൾ മന്ത്രിക്കപ്പെടുന്നത്. ഹരേ കൃഷ്ണ. അശ്രദ്ധയാ അശ്രദ്ധയാ ഉദം ഉദം ദത്തം ദത്തം തപസ് തപസ് തപ്തം തപം ഹൃദം കൃതം ച ച അസദ് അസത് ഉച്യതേ പാതാ പാത ന ച ച കർത്തേത്യ പ്രത്യ നോ ഇഹ നോ ഇഹ അശ്രദ്ധയാ ഹുദം ദത്തം അശ്രദ്ധയാ ഉദം ദത്തം തപസ്തപ്തം കൃതം ച യത് തപസ്തപ്തം ച യത് അസദ് ഇതി ഉച്യതേ അസദ്യത്യുച്യതേ പാത ന ച തത്പ്രേത്യ നോ ഇഹ ന പ്രേത്യ നോ ഇഹ അശ്രദ്ധയാ ഹുദം ദത്തം അശ്രദ്ധയാ ഉദം ദത്തം തപസ്തപ്തം കൃതം ച യത് തപസ്തപ്തം കൃതം ച യത് അസദി ഉച്യതേ പാർത്ത അസദിത്യുച്യതേ പാത ന ച തത്പ്രേത്യ നോ ഇഹ ന പ്രേത്യ നോ ഇഹ അശ്രദ്ധയാ ഹുദം ദത്തം അശ്രദ്ധയാ ഉദം ദത്തം തപസ്തപം കൃതം ച യത് തപസ്തപ്തം കൃതം ച യത് അസദ് ഇതി ഉച്യതേ പാർത്ത അസദിത്യുച്യതേ പാത ന ച തത്പ്രേത്യ നോ ഇഹ പ്രേത്യ നോ ഇഹ. ഹരേ കൃഷ്ണ. ഗീതാ രാമചന്ദ്രൻ. ഹരേ കൃഷ്ണ. അശ്രദ്ധയാ ഹുദം ദത്തം തപസ്തപ്തം കൃതം ച യത് അസദ്യുച്യതേ പാർത്ത ന ച തത്പ്രേത്യോ നോ ഇഹ. പാർത്ത, ഹേ പാർത്ത, അശ്രദ്ധയാ വിശ്വാസമില്ലാതെ ഹുദം ഹോമിക്കപ്പെട്ടതും ദത്തം ദാനം ചെയ്യപ്പെട്ടതും തപ്തം തപ്തമായ തപസ്സും യത് കൃതം ച യാതൊന്ന് ചെയ്യപ്പെടുന്നുവോ അതും അസത് ഇതി അസത് എന്ന് ഉച്ചതേ പറയപ്പെടുന്നു. തത് ഇവയെല്ലാം ഇഹ ന ഇതിന്റെ ഉപയോഗമില്ല. പ്രത്യോചന പരലോകത്തിലും ഉപയോഗമില്ല. വിവർത്തനം.
പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത് എന്ന് പറയപ്പെടുന്നു. ക്ഷണികങ്ങളായ അത്തരം കർമ്മങ്ങൾ ഇഹലോകത്തിലും പരലോകത്തിലും നിഷ്പ്രയോജനങ്ങളാണ്. ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ കി ജയ്. ആധ്യാത്മികമായൊരു ലക്ഷ്യമില്ലാതെ ചെയ്യപ്പെടുന്നതെന്തും യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും നിഷ്പ്രയോജനം തന്നെ. ഇത്തരം പ്രവൃത്തികൾ നീചങ്ങളാണെന്ന് ഈ ശ്ലോകം ഉദ്ഘോഷിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ പരമപുരുഷനു വേണ്ടി അനുഷ്ഠിക്കപ്പെടണം ഏതു കർമ്മവും വിശ്വാസമില്ലാതെയും ശരിയായ നിർദ്ദേശമനുസരിച്ചല്ലാതെയും ചെയ്യുന്നതിന് സാഫല്യമില്ല. വൈദിക ഗ്രന്ഥങ്ങളിലെല്ലാം ഭഗവാനിൽ വിശ്വസിക്കണമെന്ന് ഉപദേശിക്കുന്നു. വേദവിഹിതങ്ങളായ കർമ്മങ്ങളുടെയെല്ലാം പരമമായ ലക്ഷ്യം കൃഷ്ണനെ അറിയുക എന്നതാണ്. ഈ പ്രമാണം അനുസരിക്കാത്തവർക്കും വിജയലബ്ധിയില്ല. വിശ്വാസ്യനായ ഒരു ആധ്യാത്മികാചാര്യനെ മാർഗദർശിയാക്കിക്കൊണ്ട് ആദ്യം മുതൽക്കേ കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിച്ചു വരികയാണ് ഉത്തമം. അതാണ് വിജയത്തിലേക്കുള്ള വഴി. ബന്ധമായ അവസ്ഥയിൽ പെട്ടിരിക്കെ മനുഷ്യൻ ദേവന്മാരെയോ പ്രേതങ്ങളെയോ കുബേരാദികളായ യക്ഷന്മാരെയോ ആരാധിക്കാൻ ആഗ്രഹിക്കും. തമോ ഗുണത്തെക്കാളും രജോ ഗുണത്തെക്കാളും നന്നാണ് സാത്വിക ഗുണം. നേരിട്ട് കൃഷ്ണാവബോധത്തിലെത്തുന്നവനാകട്ടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്ന ഒരു പ്രക്രിയയുണ്ടെങ്കിൽ ശുദ്ധ ഭക്തന്മാരുമായുള്ള സമ്പർക്കത്താൽ നേരിട്ട് കൃഷ്ണാവബോധത്തിലെത്തിക്കുന്ന ഈ മാർഗമാണ് ഉത്തമം. ഈ അധ്യായം അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വഴിക്ക് വിജയം നേടാൻ ആദ്യമായി തന്നെ ശരിയായ ഒരു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടണം. അങ്ങനെ ക്രമേണ ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കുന്നു. പക്വദശയിൽ അതിനെയാണ് ഈശ്വര പ്രേമം എന്ന് പറയുന്നത്. ജീവാത്മാക്കളുടെയെല്ലാം ആത്യന്തിക ലക്ഷ്യം ഈ പ്രേമമത്രേ. നേരിട്ട് കൃഷ്ണാവബോധത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഈ 17-ാം അധ്യായത്തിന്റെ സന്ദേശം. ശ്രദ്ധാവിഭാഗം എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 17-ാം അധ്യായത്തിന്റെ ഭക്തി വേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപഥകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ. ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണകേശായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതി ഇതി നാമിനേ. ശിവാശഭാനവീ ദേവി ദേദായ കൃപാബ്ദേ കൃഷ്ണ സംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജിത പ്രേമാഢ്യ ശ്രീരൂപാനുഗ ഭക്തിദ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനധാരിണേ രൂപാനുഗ വിരുദ്ധാഭ സിദ്ധാന്തകാന്തഹാരിണേ. നമോ ഗൗരവിശ്വരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംഭോധേ പാദാംബുജായത്തെ നമഃ. നമോ ഭക്തി വിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തി സ്വരൂപായ രൂപാനുഗമനായതേ. ഗൗരാവിർഭാവ ഭൂമേ സംനിർദ്ദേശ സജ്ജന പ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ. ശ്രീരൂപ സനാതന ഭട്ടാരഘുനാഥ ഈ ജീവ ഗോപാല ഭട്ടാദാസാരഘുനാഥ ഹെച്ച് ഗോസായി കോരി ചരണവന്ദൻ ജാഹാ ഹൊയ്തേ വിഘ്നനാശ അഭീഷ്ടപൂരൻ വാഞ്ചകൽപതരുദ്ദേശ കൃപാസിന്ധുദേവച പരിധാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യ നാമ്നേ ഗൗരതിഷേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗദ്ഗുരു ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുഹൃദോ പങ്കോ മഹമന്ദമദീർഘതി സർവസവദാം ഭോജ രാധാ മദനമോഹനോ. ദിവ്യാവൃന്ദാരണ്യ കൽപദ്രുമാത ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീല ഗോവിന്ദദേവോ പ്രേഷ്ഠാരഭി സേവ്യമാനോ സ്മരാമേ. ശ്രീമാൻ രാസരസാരംഭീവം ശിവടതലസ്ഥ കർഷൻ വേണുസ്തനേർ ഗോപിർ ഗോപിനാഥസ്യേസ്തുന സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ
कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. സമസ്ത വൈഷ്ണവൃന്ദങ്ങളുടെ പാതാരവിന്ദങ്ങൾ എന്റെ ദണ്ഡവത് നമസ്കാരം. ഭഗവത്ഗീത ക്ലാസ്സിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ബദ്ധാത്മാവെന്ന പരിഗണയിൽ സാദരം ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഈ ഗീതാ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ളതെല്ലാം എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുരു സത്യവ്രത പ്രഭുവിന്റെയും ഈ സംഘടനയുടെ സ്ഥാപകനും ദീക്ഷാഗുരുവുമായ ശ്രീ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശീലാപ്രഭുപാദ മഹാരാജന്റെയും ഭഗവാന്റെയും കാരുണ്യം മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്റേതായ യാതൊരു കഴിവും അല്ല എന്ന് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. ശ്ലോകം 26. സദ്ഭാവേ സാധുഭാവേ ച സദിത്യേത പ്രയുജ്യതേ പ്രശസ്തേ കർമ്മണേ തഥാ സത്ശബ്ദ പാതയുജ്യതേ യജ്ഞേ തപസി ദാനേ ച സ്ഥിതി സത് ഇതി ചോച്യതേ കർമ്മ ചൈവ തദർത്ഥീയം സദിത്യേവാഭിധീയതേ. നിരപേക്ഷ തത്വമാണ് ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന യജ്ഞത്തിന്റെ ലക്ഷ്യം. സത് എന്ന വാക്ക് അതിനെ സൂചിപ്പിക്കുന്നു. ആ വിധത്തിലുള്ള യജ്ഞം അനുഷ്ഠിക്കുന്നവനെയും സത് എന്ന് പറയും. കുന്തിപുത്ര, നിരപേക്ഷ സ്വഭാവം അനുസരിച്ചുള്ള മറ്റ് പ്രവൃത്തികളെ പോലെ യജ്ഞദാന തപകർമ്മങ്ങൾ ഭഗവത് പ്രസാദത്തിന് വേണ്ടി ചെയ്യപ്പെടുന്നവയാണല്ലോ. ഇവിടെ കഴിഞ്ഞ ശ്ലോകത്തില് ഓം തത് സത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ശ്രദ്ധാവിഭാഗം എന്നുള്ള അധ്യായത്തിൽ തുടക്കത്തിൽ തന്നെ നമ്മൾ എന്താണ് ചെയ്ത് അർജുനന്റെ ചോദ്യത്തിന് ഭഗവാൻ ഉത്തരം പറയാണ്. അർജുനൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ടാണ് ഈ അധ്യായം ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അർജുനന്റെ ചോദ്യം എന്തായിരുന്നു? എന്തൊക്കെയാണ് എന്ന് നോക്കാം. ശാസ്ത്രവിദ്യകളെ പിന്തുടർന്ന് തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതിയെക്കുറിച്ചും അവർ ഏത് ഗുണത്തിൽ പെടുന്നതിനെ കുറിച്ചും ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് ഇതില്. പൂർവ്വകാലത്ത് അത് മുൻകാലങ്ങളിൽ ആർജിച്ചു വെച്ചിരിക്കുന്ന പ്രകൃതി ഗുണങ്ങൾ അനുസരിച്ച് ആ ജീവാത്മാവിന്റെ വിശ്വാസം എന്തായിരിക്കും? സത്വരജോ തമോ ഗുണങ്ങളിൽ ഉൾപ്പെട്ടതായിരിക്കും. വ്യത്യസ്ത പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പ്രത്യേക വിശ്വാസം അവർ വെച്ചു പുലർത്തുന്നു. ഓരോരോ ഗുണത്തിനനുസരിച്ച് ഓരോരോ വിശ്വാസങ്ങൾ പുലർത്തി പോരുകയാണ് ഈ ജീവാത്മാക്കൾ. അത് പൂർവ്വകാല ജന്മത്തിന്റെ ഇതിൽ ഉള്ളത് കൊണ്ട് അതിന്റെ ബാക്കി പത്രമായിട്ടാണ് ഈ ജന്മത്തിൽ നമുക്ക് ഓരോ വിശ്വാസങ്ങൾ ഓരോ ഗുണങ്ങളിൽ വന്നുപെടുന്നതും അത് ആ ഗുണങ്ങളനുസരിച്ച് നമ്മൾ വിശ്വാസങ്ങൾ എത്തിച്ചേരുന്നതും. സ്വാത്വികർ എന്താണ്? സ്വാത്വിക ഭാവമുള്ളവർ ദേവാരാധന ചെയ്യും. രജോ ഗുണികൾ എന്താ? അസുരന്മാരെ ആരാധിക്കും. ഇനി തപോ ഗുണികൾ എന്ന പ്രേത ജീവ ഓരോരോ ആരാധനകൾപ്പെട്ട് അതേ തരത്തിലുള്ള വിശ്വാസങ്ങൾ അവർ ഏർപ്പെട്ടു പോവാണ്. ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ് അനുഷ്ഠിക്കുക ഇവർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഇവർ തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. തപസ്സൊക്കെ ചെയ്യുന്നുണ്ട്, യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ദാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സാത്വിക ഭാവത്തിൽ ചെയ്യുന്നവരുണ്ട്, രജോ ഭാവത്തിൽ ചെയ്യുന്നവരുണ്ട്, തമോ ഗുണത്തിൽ ആ ഭാവത്തിലൊക്കെ ചെയ്യാൻ അവർ ഓരോരോ തന്റെ ഗുണം അനുസരിച്ച് ഈ കർമ്മങ്ങളെല്ലാം എല്ലാവരും ഈ ഭൗതിക ലോകത്ത് ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ ഗുണത്തിൽപ്പെട്ടവരും വ്യത്യസ്തമായ ആഹാര രീതികളുണ്ട് അവർക്ക്. തപസ്സും ദാനങ്ങളും എന്നിവയെല്ലാം ഓരോ ഗുണങ്ങൾക്കനുസരിച്ച് അവർക്ക് വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെയാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത്. യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും ദാനമാണെങ്കിലും ഓരോ ഗുണങ്ങൾക്ക് അനുസരിച്ച് വ്യത്യസ്ത പുലർത്തും. അപ്പോൾ ഏതാണെങ്കിലും ഗുണങ്ങൾക്കനുസരിച്ച് അതിൻ്റെതായ വ്യത്യസ്തമായ മനോഭാവം അതിനുണ്ടായിരിക്കും. തപസ്സിൽ ശാരീരികമായ തപസ് എന്തൊക്കെയാണ്? ശാരീരികമായ തപസ്സുണ്ട്, മാനസികമായ തപസ്സുണ്ട്, വാങ്മയമായ തപസ്സുണ്ട്. ഗുരുക്കന്മാരെയും ബ്രാഹ്മണരെയും മാതാപിതാക്കളെയും പണ്ഡിതന്മാരെയും ആദരിക്കുകയും ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയിൽ ശ്രദ്ധയൂന്നുകയും ചെയ്യുന്ന അത് ശാരീരികമായ തപസ്സാണ് നമ്മൾ മനസ്സിലാക്കി. പിന്നെന്താ വാഗ്മയമായ തപസ്? എന്താ? സത്യസന്ധമായി സംസാരിക്കുക, എല്ലാവരോടും എന്താ പറയാ വൈരാഗ്യമില്ലാതെ, അല്ലെങ്കിൽ വൈരാഗ്യം എന്ന് വെച്ചാൽ ദേഷ്യഭാവം ഇല്ലാതെ. വൈരാഗ്യം നമ്മൾ ഇവിടെ പറയുന്ന വൈരാഗ്യമല്ല. ഇവിടെ എന്താ? ഇന്ദ്രിയ ആഗ്രഹങ്ങളിൽ നിന്നുള്ള വൈരാഗ്യം അല്ലെ, ഇതിനുള്ള വൈരാഗ്യത്തിന് നമ്മളിവിടെ പറയും. ആ വൈരാഗ്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. വാഗ്മയം തപസ്യാണെങ്കിൽ ആരെയും വാക്കാൽ ഉപദ്രവിക്കാതെ, ഒരാളോട് ശത്രുതാ മനോഭാവം പുലർത്താതെ, അവർക്ക് കേൾക്കാൻ ഇമ്പമുള്ളതും കേൾക്കാൻ പ്രിയമുള്ളതുമായ ഹിതകരമായ കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങനെയുള്ള വാഗ്മയമായ തപസ്സുണ്ട്. പിന്നെ മാനസികമായ തപസ് എന്താ? മനസ്സ് സംതൃപ്തമായിരിക്കും, എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരോട് പെരുമാറി സൗമ്യത വെച്ച് പുലർത്തി ഭൗതിക വിഷയങ്ങളിൽ അധികമായിട്ട് ആസക്തി ഇല്ലാതെ സംയമനത്തോടു കൂടിയിട്ട് എന്തെങ്കിലും കേൾക്കാത്ത പാതി എടുത്തു ചാടുന്ന സ്വഭാവമില്ലാതെ ആത്മസംയമനത്തോടു കൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി അത് മാനസികമായ തപസ്സിൽപ്പെടും. വാഗ്മയ തപസ്സിൽ പ്രത്യേകമായി എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ സ്വാധ്യായാഭ്യാസം പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം മനസ്സിലാക്കുക, അതിൽ നിന്ന് വേദങ്ങളൊക്കെ മനസ്സിലാക്കുന്നു വാഗ്മയമായ തപസ്സാണ്.
അത് ആ വാഗ്മയ തപസ്സിൽപ്പെട്ടു. ഇത് മനസ്സിന്റെ എന്താ പറഞ്ഞ മനസ്സ് സംതൃപ്തമാവുകയും സൗമ്യതയോട് കൂടിയിട്ടും ഭൗതിക വിഷയങ്ങളിൽ ആസക്തി ഇല്ലാതെ അതിന് മൗനം പാലിക്കുകയും അതേ തന്നെ ആധ്യാത്മിക സ്വഭാവ ശുദ്ധി വെച്ചുകൊള്ളട്ടെ. ഇതെല്ലാം മനത്തപസ്സിൽപ്പെടും. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാം. ഇതൊക്കെയാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുക. ഫലേച്ഛ കർമ്മം ചെയ്യുക, കർത്തവ്യബോധത്തോടെ ഉചിതമായ സ്ഥലത്തും കാലത്തും വെച്ചുള്ള ദാനം ചെയ്യുക. ഈ പ്രക്രിയകളെല്ലാം തനിക്കായല്ലാതെ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തനിക്കല്ലാതെ എല്ലാം ഭഗവത് പ്രീതിക്കായി ചെയ്യുമ്പോഴാണ്, അവിടെയാണ് ഈ ഓം തത് സത് എന്ന് മന്ത്രധ്വനി ഉരുവിട്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ച് ഭഗവത് പ്രീതിക്ക് അല്ലെങ്കിൽ ഭഗവത് പ്രീതി സമ്പാദിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭഗവാന്റെ ആഗ്രഹത്തിനായിട്ട് ചെയ്യുന്ന ഈ പ്രവൃത്തികളാണെങ്കിൽ അതിന്റെ കൂടെ ഓം തത് സത് എന്ന് മന്ത്രധ്വനി ഉരുവിട്ട് ചെയ്യുമ്പോൾ അതെല്ലാം ഭഗവാനിലേക്ക് എത്തിച്ചേരുകയും അത് ഭഗവത് പ്രീതിക്ക് പാത്രമാവുകയും ചെയ്യും. അങ്ങനെ നമ്മളും ഭഗവാന്റെ പ്രീതി നമുക്ക് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് നമുക്ക് ഭഗവാനെ, നമ്മുടെ ലക്ഷ്യം അതാണല്ലോ, ആ പരമസത്യത്തെ, നിരപേക്ഷ സത്യത്തിലേക്ക് എത്തിച്ചേരുക. നിരപേക്ഷ തത്വം എന്താണെന്ന് മനസ്സിലാക്കി അതിലേക്ക് എത്തിച്ചേരാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ സ്വാത്വികപരമായുള്ള ഈ കർമ്മങ്ങളിൽ കൂടി ചെയ്യും. അത് എന്ത് തന്നെയാണെങ്കിലും ഭഗവാന് സമർപ്പിതമാകുമ്പോൾ അതിന് ശബ്ദിക്കുന്ന ആ മന്ത്രമാണ് ഓം തത് സത് എന്ന് പറയുന്നത്. അപ്പോ അത് വെച്ചിട്ടാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് സദ്ഭാവേ സാധുഭാവേ. സദ്ഭാവം പരമപുരുഷന്റെ സ്വഭാവം എന്ന നിലയ്ക്കും സാധുഭാവേച്ചാൽ ഭക്തന്റെ സ്വഭാവം എന്ന നിലയ്ക്കും ഈ ശബ്ദത്തിനെ, അതായത് ഈ മന്ത്രധ്വനിയെ നമ്മൾ ഉച്ചരിക്കുന്നു. പ്രശസ്തേ കർമ്മണി, വിധിവിഹിത കർമ്മങ്ങൾ എന്ന വാക്കുകൾ വേദസാഹിത്യങ്ങൾ പറയുന്നുണ്ട്. പ്രശസ്തേ കർമ്മണി ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിധിവിഹിത കർമ്മങ്ങൾ. എന്താണ് വിധിവിഹിത കർമ്മങ്ങൾ? നമുക്ക് എന്താണെന്ന് വെച്ചാല് ഷോഡശ കർമ്മങ്ങൾ. നമ്മൾക്ക് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, സംസ്കാര ക്രിയകളെ സൂചിപ്പിക്കുന്നു എന്ന്. മനുഷ്യ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടുന്ന സംസ്കാര ക്രിയകളെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന വിധിവിഹിത കർമ്മങ്ങൾ എന്താണെന്ന് വെച്ചാല് ഷോഡശ കർമ്മങ്ങൾ എന്ന് പറയും. അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ, ഒരു ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന മുതൽ അവിടുന്ന് തൊട്ട് അന്ത്യകർമ്മം ചെയ്യുന്നത് വരെയുള്ള 16 കർമ്മങ്ങളിൽ കൂടി ആ കുട്ടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം തന്നെ എന്താണ് വിവാഹ ജീവിതം കഴിഞ്ഞാൽ ഗർഭധാനം, പുംസവനം, അത് ആരോഗ്യമുള്ള കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങ് നടത്തും. പിന്നെ സീമന്തോ നയനം എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയിൽ അത് അമ്മയുടെ ആരോഗ്യത്തിനും അമ്മയുടെ ഇതിനും വേണ്ടി ചെയ്യുന്നൊരു കർമ്മം. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ ജാതകർമ്മം, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നാമകരണം, നിഷ്ക്രമണം, അതായത് കുട്ടിയെ വീടിന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ്. അന്നപ്രാശനം, ഭക്ഷണം, അതായത് ചോറ് കൊടുക്കുക, 6 മാസം ആകുമ്പോൾ ചോറ് കൊടുക്കുക. ചൂടാകർമ്മം, അതായത് മുണ്ടനം ചെയ്യുക. അങ്ങനെ കർണവേദം, കാതുകുത്തല്, ഉപനയനം, അത് കുറച്ച് കഴിഞ്ഞാൽ ഒരു 10, 11, 15 വയസ്സായാൽ കുട്ടികളെ പൂണൂല് എടുക്കുന്ന ഒരു കർമ്മമാണ് അത് ഉപനയനം. പിന്നെ വേദം പഠനം, വിദ്യാഭ്യാസം, വേദാരംഭം, വേദം പഠിക്കാൻ തുടങ്ങുക അല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങുക. പിന്നെന്താ സമാവർത്തനം, വിവാഹം, വാനപ്രസ്ഥം, അങ്ങനെ സന്യാസം, അവസാനം 16ാമത്തെ അന്ത്യകർമ്മം, അതായത് മരണം വരെയുള്ള കർമ്മങ്ങളെ എത്തിക്കേണ്ട ഒരു ജീവാത്മാവിന് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇത് ശാസ്ത്രവിധി പ്രകാരം ശാസ്ത്രത്തിൽ പറയുന്ന രീതിയിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ്. ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ ചെയ്യുമ്പോൾ ലക്ഷ്യം ആത്മശുദ്ധി, ആ ജീവാത്മാവിന് ആത്മശുദ്ധി വരും. അതായത് ഭഗവത് പ്രാപ്തി ഉണ്ടാവും. ഭഗവാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ഭഗവാന്റെ അടുത്ത് നിന്നാണ് നമ്മൾ വന്നത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഭഗവാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഇത്രയും കർമ്മങ്ങളിൽ കൂടി നമ്മൾ അനുഷ്ഠിക്കുന്ന കർമ്മം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ പുറത്തെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഏതിനാണെന്ന് അറിയില്ല. നമ്മൾ ഒരാൾ ചെയ്യുന്നു, അതെല്ലാവരും ചെയ്യുന്നു എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ആ ലക്ഷ്യം എന്താണ്? ഭഗവത് പ്രാപ്തിയാണ്. ഭഗവത് പ്രാപ്തിക്ക് എത്തുന്ന ഒരു ജീവാത്മാവ് ഇത്രയും ചടങ്ങുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അറിയാണ്ടോ അറിഞ്ഞോ അറിയാതെയോ നമ്മളും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ സംസ്കാര ക്രിയകളെ സൂചിപ്പിച്ച് അതിൽ കൂടി പോകണം. ജീവാത്മാവിന്റെ ആത്യന്തിക മുക്തിക്ക് വേണ്ടിയുള്ള പവിത്രീകരണ പ്രക്രിയയാണ്. അത് കണ്ടോ, ജീവാത്മാവിന്റെ മുക്തി, അതായത് എന്താണ് ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വന്ന് പെട്ടേന്നൊക്കെ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് തിരിച്ച് ആധ്യാത്മിക ലോകത്തേക്ക് പോകണമെങ്കിൽ ഈ പ്രക്രിയയിൽ കൂടി വേണം പോകണം. അപ്പൊ ജീവാത്മാവിന്റെ ആത്യന്തിക മുക്തിക്ക് വേണ്ടി ചെയ്യുന്ന പ്രക്രിയകളാണ് ഇതൊക്കെ. ഈ ക്രിയകളോടൊപ്പം ഓം തത് സത് ഉച്ചരിക്കുകയും വേണം. അതാണ് പറഞ്ഞത്. അത് ആധ്യാത്മിക തലത്തിലേക്ക് ചെയ്യപ്പെടുന്ന ഏത് കർമ്മത്തിന്റെ കൂടിയും ഓം തത് സത് എന്ന് ഉച്ചരിക്കുകയും വേണം.
സദ്ഭാവേ സാധുഭാവേ എന്ന വാക്കുകൾ ആധ്യാത്മികാവസ്ഥയെ കുറിക്കുന്നു. അപ്പൊ അതാണ് സദ്ഭാവേ ഭഗവാന്റെ കാര്യത്തിലും പറഞ്ഞു, അത് സാധുഭാവേ അത് ആ ജീവാത്മാവിന്റെ കാര്യത്തിലും കൂടി പറഞ്ഞു. കാരണം രണ്ടും ഒന്ന്, ഒരു ഭഗവാന്റെ അംശമായിരിക്കുന്ന ജീവാത്മാവും ഭഗവാനും ഒന്ന് തന്നെയാണെങ്കിലും നമുക്കറിയാം ഡിഫറെന്റ് ആണ് എന്നറിയാം. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഭഗവാനും ജീവാത്മാവിന്റെയും ഭഗവാന്റെ അംശമാണ് ജീവാത്മാവ് എന്നുള്ള അറിയാം. അത് ഭഗവാനും ജീവാത്മാവും ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം, വ്യത്യസ്തമാണ്. അപ്പോ ആ സദ്ഭാവേ സാധുവായ എന്ന വാക്കുകൾ ആധ്യാത്മികാവസ്ഥയെ കുറിക്കുന്നു. കൃഷ്ണാബോധപൂർവമായ കർമ്മം സാത്വികവും അത്തരം കർമ്മങ്ങളെ പറ്റി തികച്ച ബോധമുള്ളവൻ സാധുവും അത്രേ. അപ്പോ കൃഷ്ണാബോധപൂർവമായ കർമ്മം സാത്വികമാണ്. കൃഷ്ണാവബോധത്തിൽ ചെയ്യുന്ന, അതായത് സാത്വികപരമായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരും. അതിന് ശുദ്ധ സത്വോഫോമിലേക്ക് എത്തുമ്പോഴാണ് കൃഷ്ണാവബോധത്തിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും മറ്റ് 3 ഗുണങ്ങളിൽപ്പെട്ട് ശ്രേഷ്ഠമായത് സാത്വികമാണ്. അതിൽ നിന്ന് നമുക്ക് കൃഷ്ണാവബോധത്തിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ കൃഷ്ണാബോധപൂർവമായി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം സാത്വികവും അത്തരം കർമ്മങ്ങളെ പറ്റി തികച്ചും ബോധമുള്ളവൻ സാധുവും. അത് ഈ സാത്വിക മനോഭാവത്തോട് ചെയ്യുന്ന കർമ്മം ചെയ്യുന്നവനെ സാധുവും എന്ന് പറയുന്നു. ഭക്തന്മാരുമായുള്ള സഹവാസത്തിൽ ആധ്യാത്മിക വിഷയങ്ങൾ സ്പഷ്ടമാവുമെന്ന് ശ്രീമദ് ഭാഗവതം 3:25-22 പറയുന്നു. അപ്പോ ഇത് എങ്ങനെയാണ് സാത്വിക ഗുണത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതിന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത് 3-ാം സ്കന്ധം 25-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകത്തിൽ പറഞ്ഞു സദാം പ്രസംഗാത് എന്നീ വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചത്. അതായത് സത്സംഗം കൂടാതെ ആർക്കും ആധ്യാത്മിക ജ്ഞാനം ലഭ്യമല്ല. അപ്പൊ ആ ശ്ലോകം നമുക്ക് നോക്കാം. ഭാഗവതത്തിലെ ശ്ലോകത്തിൽ പറയുന്നത് സദാം പ്രസംഗാത്മാ മമ സദാം പ്രസംഗാത്മാ മമ വീര സംവിദോ ഭവന്തി ഹൃത്കർണരസായന കഥ തത് ജോഷ്നാദ് അശു അപവർഗവർത്തമനി ശ്രദ്ധാരതിർ ഭക്തി അനുക്രമമിഷ്യതി. അതായത് പരിശുദ്ധ ഭക്തന്മാരുമായുള്ള സഹവാസത്തിൽ പരമദിവോത്ത പുരുഷൻ ഭഗവാന്റെ ലീലകളെ പറ്റിയുള്ള സംവാദങ്ങൾ കാതിനും ഹൃദയത്തിനും ആഹ്ലാദവും സംതൃപ്തിയും ലഭിക്കും. ഭഗവാന്റെ ലീലകളും സംവാദങ്ങളും ഒക്കെ ഈ ഭക്തന്മാരുമായുള്ള സഹവാസത്തിലാണ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ സാധാരണ ഭൗതിക വിഷയങ്ങളുമായി സംസാരിച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഭക്തന്മാരുമായുള്ള സഹവാസത്തിൽ ഇരുന്നാൽ സംതൃപ്തിമായി അത് നമുക്ക് സംതൃപ്തി നൽകും. അത്തരം ജ്ഞാനത്തിനുള്ള നിലവാരം ഒരുക്കുന്നതിലൂടെ ഒരുവൻ ക്രമാനുഗതമായ മോചനത്തിന്റെ മാർഗത്തിൽ പുരോഗമിക്കും. അനന്തരം സ്വതന്ത്രമാവുകയും അവന്റെ ആകർഷണം അതിൽ ദൃഢമാവുകയും ചെയ്യും. യഥാർത്ഥ ഭക്തിയും ഭക്തിസേവനും അപ്പോൾ ആരംഭിക്കും. അങ്ങനെ നിരന്തരമായി ഈ ഭക്തന്മാരുമായുള്ള സഹവാസത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഭക്തി മാർഗത്തിൽ കൂടി വരുമ്പോൾ നമ്മുടെ കാതിനും ഹൃദയത്തിനും ആഹ്ലാദം കിട്ടും. അവരുമായുള്ള സമ്പർക്കത്തിലെ സംതൃപ്തി ഉണ്ടാവും. അങ്ങനെ കിട്ടുന്ന ജ്ഞാനത്തിന് ഉള്ള അങ്ങനെ ജ്ഞാനം കിട്ടിത്തുടങ്ങുമ്പോൾ എന്താ, ഒരുവൻ ക്രമാനുഗതമായി മോചനത്തിലേക്കുള്ള വഴി, അവന്റെ മോചനത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും. ആ മോചന മാർഗത്തിൽ പുരോഗമിക്കും. ആ മോചനം നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ള ഒരു മോചനമുണ്ടല്ലോ, അതിനുള്ള മാർഗം നമുക്ക് തുറന്നു കിട്ടും. അനന്തരം സ്വതന്ത്രനാവുകയും അവന്റെ ആകർഷണം അതിൽ ദൃഢമാവുകയും. അപ്പൊ പിന്നെ നമുക്ക് ദൃഢമായിട്ട് ആ ഭക്തിയുടെ സേവനത്തിലേക്ക് നമുക്ക് നിൽക്കാൻ പറ്റും. ഈ വക ഈ സർഗത്തിൽ ഈ ഭക്തന്മാരുമുള്ള സർഗത്തിൽ കൂടി സംസർഗത്തിൽ കൂടി നമുക്ക് ആ ഭക്തിയുടെ സേവനത്തിൽ അല്ലെങ്കിൽ ആ ഭക്തന്മാരുമായുള്ള ഇടപഴക്കി നമ്മൾ അവിടെ തന്നെ ദൃഢമായി ഉറച്ചു നിൽക്കാൻ സാധിക്കും. യഥാർത്ഥ ഭക്തിയും ഭക്തി സേവനം അപ്പോഴാണ് ആരംഭിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഭക്തി സേവനം ആരംഭിക്കാൻ സാധിക്കുള്ളൂ. വിശദമായിട്ട് ഭാവാർത്ഥത്തില് പ്രഭാതർ പറയുന്നുണ്ട്. എന്താണ് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് പറയുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യാ, കൃഷ്ണാവബോധത്തിലെ ഉള്ളവരായും ഭക്തിയുത സേവനം നിരന്തരമായ വ്യക്തികളുമായി ഇടപഴകുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാവും. അപ്പൊ നമുക്ക് കിട്ടിയ സൗഭാഗ്യം അതാണ്. നമുക്ക് ഈ സ്കോണുമായി ബന്ധപ്പെടാൻ സാധിച്ചു. അത്തരം സഹവാസമില്ലാത്ത ഒരുവന് പുരോഗമിക്കാനാവില്ല. സാധാരണ കാണുന്ന നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ഭക്തിയിൽ കൂടി പോകാൻ ഇത്തരത്തിൽ നമുക്ക് ഉയരാൻ സാധിക്കില്ല. അത്തരത്തിൽ നമുക്ക് അങ്ങനെയുള്ള സഹവാസത്തിൽ അല്ലാതെ നമുക്ക് പുരോഗമിക്കാൻ പറ്റില്ല. പിന്നെന്താ പറയണേ, ഒരുവൻ ഭൗതികവാദികളുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഭക്തന്മാരുടെ സഹവാസം തേടണം. ഭൗതികമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഭക്തന്മാരുടെ സഹവാസം വിനാ അവന് ഭഗവാന്റെ കർമ്മങ്ങളെ പറ്റി മനസ്സിലാക്കാൻ കഴിയില്ല. ഭക്തന്മാരുമായുള്ള സമ്പർക്കത്താൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാനും ആ ഭഗവാന്റെ കർമ്മങ്ങളെ പറ്റി മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുള്ളൂ. ആത്യന്തിക സത്യത്തിന്റെ നിർവ്യക്തികത ഘടകമാണ് പൊതുവെ ജനങ്ങളുടെ മനസ്സിൽ. ഇപ്പൊ ഭഗവാനെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തി രൂപമില്ലാത്ത ഒരു എന്താ പറയുക ഒരു ഘടകമായിട്ടാണ്, ഒരു നിർവ്യക്തിക അവർ ഭഗവാനെ മനസ്സിലാക്കുന്നത്. എന്നുവെച്ചാൽ അവര് അദ്വൈതവാദികളാണ് അല്ലെ. ആ അദ്വൈതവാദികൾക്ക് അവർ ആ ബ്രഹ്മം വരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം അവർക്ക് ഉള്ള ഭക്തിയോ ഭഗവാനെ സേവയോ ഭഗവാന്റെ അടുത്തെത്തിയിട്ട് നമുക്ക് ഭഗവത് സേവ ചെയ്യാം എന്നുള്ള കാര്യമൊന്നും അവർക്കറിയില്ല. അവർ അതിൽ ലയിച്ചു, ആ ബ്രഹ്മത്തിൽ ലയിച്ചു എന്നുള്ള ഏകമായി എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിനപ്പുറമുള്ള ഭഗവാന്റെ രൂപത്തിനെ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അത് ഇത്തരം സംഘടനയിൽ കൂടിയാണ് നമുക്ക് സാധിക്കുള്ളൂ.
ആത്യന്തിക സത്യത്തിന്റെ നിർവ്യക്തിയുടെ ഘടകമാണ് പൊതുവെ ജനങ്ങളുടെ മനസ്സിലുള്ളത്. ഭക്തന്മാരെ സഹവാസം പുലർത്താത്തതിനാൽ പരമാർത്ഥത്തിന് വ്യക്തിരൂപമുണ്ടെന്നും വ്യക്തിപരമായ കർമ്മങ്ങളുണ്ടെന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അവർക്ക് ഭഗവാന്റെ വ്യക്തിരൂപത്തെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇത് ആത്യന്തികമായ പരമാർത്ഥത്തെ പറ്റി വ്യക്തിപരമായ ഗ്രാഹ്യമില്ലാത്ത പക്ഷം ഭക്തിക്ക് അർത്ഥമില്ലാതാവും. അപ്പോൾ വ്യക്തിരൂപം ഇല്ലെങ്കിൽ നമുക്ക് ആ ബ്രഹ്മത്തിൽ അലിഞ്ഞു തന്നെ പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല. അവിടെ സമാപ്തമായെങ്കിൽ പിന്നെ ആ ഭക്തിക്ക് അർത്ഥമില്ലാണ്ടേ. തുടർന്നും ഭക്തി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ പ്രവണത അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ ആ കട്ടാവണം. നമ്മൾ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ, ഈ അദ്ദേഹത്തിന് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യേണ്ടത് ഏതെന്ന് അറിയാത്ത സ്ഥലത്തിലേക്ക് അവർ പോകും. ഏതൊരു ശ്ലോകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തിൽ തന്നെ. അവർക്ക് അത് മുഴുപ്പിക്കാൻ കഴിയാണ്ട് അവർക്ക് തിരിച്ച് പതനത്തിലേക്ക് തന്നെ എത്തേണ്ടതായിട്ട് വരും. അങ്ങനെ എന്താ പറയാ, അഭക്തന്മാർ ഭഗവാന്റെ കർമ്മങ്ങളെ പറ്റി വിവരിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതവും മറ്റു വൈദിക സാഹിത്യങ്ങളോ പാരായണം ചെയ്ത് കൃഷ്ണാബോധത്തിലെ അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യില്ല. അവർക്ക് ഈ വക ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അവര് ഇതിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുമില്ല. എന്നാൽ ചെയ്യുന്നവരോട് അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. ഭഗവാന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം അത് നുണയാണ്, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, അത് കള്ളത്തരമാണെന്നൊക്കെ പറഞ്ഞ് അവർ പ്രചരിപ്പിക്കും. അവർക്ക് ആധ്യാത്മിക ജീവിതം ശരിയായ രീതിയിൽ വിശദീകരിച്ച് കൊടുത്തിട്ടില്ലാത്തതാണ് അതിന് കാരണം. അപ്പോൾ ശരിയായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ആധ്യാത്മികമായ ഒരു അറിവ് നമ്മൾക്ക് ഇല്ലാത്തതിനാലാണ് നമുക്ക് ഇങ്ങനെ അബദ്ധധാരണകളും തെറ്റിദ്ധാരണകളും വന്നപ്പെടുന്നത്. ഇതിനാൽ എന്ത് പറ്റും, നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ ഈ ജന്യമൃതികളിൽ പെട്ട് ഇവിടെ തന്നെ കഴിയേണ്ടതായിട്ട് വരുന്നു. നമുക്ക് ഭഗവാന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ആ അതീന്ദ്രിയ തലത്തിലേക്കോ ആധ്യാത്മികതയിലേക്കോ എത്തിച്ചേരാൻ സാധിക്കില്ല. അത്തരം സാധിക്കാതെ വരും. അതുകൊണ്ട് എന്തെങ്കിലും ഭഗവാന്റെ വ്യക്തിപരമായ കർമ്മങ്ങൾ ഗ്രഹിക്കുന്നതിൽ ഒരുവൻ ഭക്തന്മാരുടെ സഹവാസം തേടേണ്ടതും അത്തരം സഹവാസത്തിലൂടെ ധ്യാനവും മനനവും ശീലിച്ച് അതീന്ദ്രിയ കർമ്മങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. എന്താ നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, ഭഗവാന്റെ വ്യക്തിപരമായ കർമ്മങ്ങൾ ഗ്രഹിക്കുന്നതിൽ ഒരുവൻ ഭക്തന്മാരുടെ സഹവാസം എടുക്കണം. അത്തരം സഹവാസത്തിലൂടെ ധ്യാനം മനനം ശീലിച്ച് അതീന്ദ്രിയ കർമ്മങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ അവന് മോചനത്തിലേക്കുള്ള പാത തുറന്നു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതിലെ ഏതാണ് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യത്തിൽ സാധു എന്താ പറയാ, ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞ സദാം പ്രസംഗാത് എന്നീ വാക്കുകളാണ് ഇവിടെ ഉപയോഗിച്ചത്. ഈ സത്സംഗത്തിന്റെ കാര്യം ഈ ഭക്തന്മാരുമായുള്ള സഹവാസത്തിൽ കൂടി മാത്രമേ നമുക്ക് ഈ ഭഗവാനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇതിൽ കൂടി എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നു അതിനെല്ലാം നമ്മൾ ഓം തത് സത് എന്ന് മന്ത്രിക്കണം. അത് സാധുവായാലും ഭഗവാനായാലും ആ ശബ്ദം നമ്മളവിടെ ഉച്ചരിക്കണം. പരമപുരുഷനെ ലക്ഷ്യമാക്കിയുള്ള ഏത് യജ്ഞത്തിലും അങ്ങനെ ചെയ്യണമെന്ന് വിധി. അപ്പൊ എന്താണോ ഭഗവാനെ പ്രാപ്തമാക്കാനോ ആ നിരപേക്ഷ തത്വത്തെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിനെ പ്രാപ്തിയാണെങ്കിൽ എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം നമ്മൾ ഓം തത് സത് എന്ന് മന്ത്രിക്കണം. പരമപുരുഷനെ ലക്ഷ്യമാക്കിയുള്ള ഏത് യജ്ഞത്തിലും അങ്ങനെ ചെയ്യണമെന്നാണ് വിധി. വിധി എന്ന് വെച്ചാൽ ഏതാണ് വിധി? ആ വൈദിക ഇത് പ്രകാരമുള്ള വിധിയാണ് ഇവിടെ പറയുന്നത്. ക്ഷേത്രത്തിൽ നിവേദ്യം പാകം ചെയ്യുക, അതൊക്കെ എന്താണോ ഭക്തിപൂർവമായി അമ്പലങ്ങളിൽ ചെയ്യുന്നത്, ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏതൊരു കർമ്മമാണെങ്കിലും അത് ഇങ്ങനെ ഈ ധ്വനി ഈ മന്ത്രം വെച്ച് ചെയ്യണം എന്നാണ് പറയണത്. പരമപുരുഷന് വേണ്ടിയുള്ള ഏത് പ്രവൃത്തിയും ഭഗവചരിത്രങ്ങൾ കീർത്തിക്കുന്നതിനൊക്കെ തദർത്ഥീയം എന്ന വാക്കോട് ഉപയോഗിക്കുന്നത്. തദർത്ഥ അവയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതായത് ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണോ അതിന് ഇത് ഉപയോഗിക്കണം. അതാണ് തദർത്ഥ്യം. അവയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ. അതിനു വേണ്ടിയുള്ള എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ഈ വാക്ക്, ഈ ശബ്ദത്തെ, ഈ ധ്വനിയെ, ഈ മന്ത്രത്തിനെ നമ്മൾ ഉച്ചരിക്കണം. അങ്ങനെ അതാവുമ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ആ കർമ്മം പൂർണ്ണമാവണമെങ്കിൽ അത് ഭഗവാൻ എടുക്കണമെങ്കിൽ, ഭഗവാനെ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഈ വാക്കുകളാൽ ഉച്ചരിച്ച് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കും. ഇങ്ങനെ പലവിധ സർവകർമ്മങ്ങളുടെയും പരിപൂർണമായ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ പലവിധത്തിലും ഓം തത്സത്തിന്റെ മഹത്തായ വാക്കുകൾ മന്ത്രിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭഗവാനായിട്ട് അർപ്പിക്കുന്ന ഏത് കർമ്മത്തിനാണെങ്കിലും നമ്മൾ ഓം തത്സത് എന്നുള്ള ആ മന്ത്രം, ഈ മഹത്തായ വാക്കുകൾ അവിടെ ഉച്ചരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അത് അങ്ങനെയാണ് ഭഗവാനിലേക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം എത്തിപ്പെടുള്ളൂ. അത് എല്ലാം സാത്വികമായ കർമ്മത്തിൽ നമ്മൾ പറഞ്ഞു, സാത്വികമായ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യുന്നത് അതൊക്കെ ആ രീതിയിൽ അർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാനെ നമുക്ക് പ്രാപിക്കാൻ, അല്ലെങ്കിൽ ഭഗവാനെ നമുക്ക് എടുക്കണമെങ്കിൽ, ഭഗവാനിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ഈ വക രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അങ്ങനെ ആ മന്ത്രധ്വനിയാലെ അത് സമർപ്പിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഇനി അതേപോലെ അശ്രദ്ധയാ ഹുതം ദത്തം തപസ്തപ്തം കൃതം ചെയ്യത് ആസദി ഇതി ഉച്ചതേ പാർത്ത തത് പ്രേത്യ നോ ഇഹ. ഇതേപോലെ തന്നെ പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യുന്ന, അത് നമ്മൾ നേരത്തെ ചെയ്തതെല്ലാം ഭക്തി പുരസ്കരം ഭഗവാനെ എല്ലാം പൂർണ്ണമായ സറണ്ടർ ഭാവത്തോടു കൂടിയാണ് നമ്മളിപ്പോൾ ഓം തത് സത്ത് എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടി സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഭഗവാനെ
നമ്മൾ സമർപ്പിച്ചു. അതെങ്ങനെയാണ്? അത്രയും വിശ്വാസത്തോടുകൂടി ഭക്തിപൂർവമായ ആ ശരണാഗതിയിൽ കൂടി നമ്മൾ സമർപ്പിച്ചപ്പോൾ അത് ഭഗവാൻ സ്വീകരിക്കും എന്ന് ആ ശ്ലോകത്തിൽ പറഞ്ഞപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? പരമപുരുഷനിൽ പൂർണ്ണ വിശ്വാസം കൂടാതെ ചെയ്യപ്പെടുന്ന യജ്ഞവും ദാനവും തപസ്സും അസത്ത് എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്താലും അത് രജോ ഗുണികളും തമോ ഗുണികളും ചെയ്യുന്ന ഒരു കർമ്മവും ഭഗവാൻ സ്വീകരിക്കില്ല എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഭഗവാൻ അവർ സ്വന്തം ഇഷ്ടപ്രകാരം തൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിനും തൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ദ്രിയ സന്ദർപ്പണത്തിനും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് അല്ലെ. അത് തനിക്ക് ഉന്നതി കിട്ടാനും തൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാനും വേണ്ടി ചെയ്യുന്ന ദാനമാണെങ്കിലും യജ്ഞമാണെങ്കിലും തപസ്സാണെങ്കിലും തൻ്റെ തനിക്ക് ആൾക്കാരെ ബഹുമതിയോ അല്ലെങ്കിൽ അവരുടെ അംഗീകാരം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു തപസ്സും ഒരു യജ്ഞവും ഒരു ദാനവും അതെല്ലാം അസത്തായിരിക്കും. അതിൽ കൂടി ഈ ശബ്ദം ഉച്ചരിക്കേണ്ട ആവശ്യമില്ല. അത് ചെയ്താൽ അത് ഉച്ചരിച്ചാൽ പോലും തന്നെ അത് ഭഗവാൻ ഏറ്റെടുക്കില്ല. അത് ഭൗതിക ലോകത്തും ആധ്യാത്മിക ലോകത്തിലേക്കും യാതൊരു വക ഗുണവും ചെയ്യില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആധ്യാത്മികമായൊരു ലക്ഷ്യമില്ലാതെ ചെയ്യപ്പെടുന്നത്, അതായത് ആധ്യാത്മികതയിലേക്കല്ല, ഭൗതികതയിലേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ ഉയർച്ചയും ഉന്നതിയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അതൊക്കെ. ആധ്യാത്മികമായിട്ട് യാതൊരു ലക്ഷ്യം അവർക്കില്ല. യജ്ഞമായാലും ദാനമായാലും തപസ്സായാലും നിഷ്പ്രയോജനം. അതില്ലാതെ ചെയ്യുന്ന എന്ത് കർമ്മമാണെങ്കിലും അത് പ്രയോജനമില്ല. അത്തരം പ്രവൃത്തികൾ നീചങ്ങളാണെന്ന് ഈ ശ്ലോകം ഉദ്ഘോഷിക്കുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ കൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് രജോ ഗുണ തമോ ഗുണികൾ ചെയ്യുന്ന ഒരു കർമ്മവും ആധ്യാത്മികയിലേക്ക് എത്തില്ല. അത് ഭൗതികയിൽ പോലും അതിന് ഗുണം കിട്ടില്ല. ഭൗതികയിൽ ചെയ്ത് എത്ര സമ്പത്തും വർദ്ധിപ്പിച്ചാലും അത് അസ്ഥിരമാണ്, അത് നമുക്ക് സ്ഥിരമായിട്ടിരിക്കില്ല. ആയതിനാൽ അത് ഒരു പ്രയോജനമില്ലാത്തതാണ്. അങ്ങനെയുള്ള യജ്ഞങ്ങളോ ദാനങ്ങളോ തപസ്സുകളോ ചെയ്തിട്ട് കാര്യമില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കൃഷ്ണാബോധത്തോടെ പരമപുരുഷന് വേണ്ടി അനുഷ്ഠിക്കണം. എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആദ്യം തന്നെ ഭഗവാനെ സമർപ്പിച്ചിട്ട് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് ഭഗവാനെ സമർപ്പിച്ചതിന്റെ ബാക്കി ഉച്ഛിഷ്ടം നമുക്ക് ഉപയോഗിക്കാം. എന്താണെങ്കിലും ഭഗവാനെ സമർപ്പിച്ചാൽ അതിന്റെ ബാക്കി നമുക്ക് ഭഗവാൻ അത് സൂക്ഷ്മ രൂപത്തിലാണ് അല്ലെ എടുക്കുക. സ്ഥൂലമായിട്ട് അവിടെ ഇരിക്കേണ്ട. എപ്പോഴും നമ്മൾ ഭഗവാന് പ്രസാദം അർപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, പണ്ടൊക്കെ ആൾക്കാർ പറയും ഭഗവാന് പ്രസാദം വെച്ചത് അങ്ങനെ തന്നെ തിരിച്ചുകൊണ്ടല്ലോ, ഭഗവാൻ കഴിക്കുന്നില്ലെന്ന്. ഭഗവാൻ അത് കഴിക്കുന്നുണ്ട്. അത് സ്ഥൂല രൂപത്തിൽ വെച്ചാലും സൂക്ഷ്മ രൂപത്തിൽ ഭഗവാൻ അത് സേവിക്കുന്നുണ്ട് എന്നുള്ളതുള്ള ആ ബോധം അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ആ ജ്ഞാനം ഉള്ളവർക്ക് മനസ്സിലാക്കും, അറിയാം ഭഗവാൻ അത് എടുത്തിട്ടുണ്ട് എന്ന്. തുളസി ഭഗവാന്റെ പാദങ്ങളിൽ വെച്ച തുളസിക്ക് നല്ല ഗന്ധമായിരിക്കില്ല, പക്ഷെ തിരിച്ചെടുക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ആ തുളസിക്ക് മണം നഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഭഗവാൻ അത് എടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭഗവാൻ പൂർണ്ണമായിട്ട് ആ തുളസി ഗന്ധം നുകർന്നു കഴിഞ്ഞു, പിന്നെ അതില് ബാക്കി ഇല്ല. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഭഗവാൻ അത് എടുക്കുന്നുണ്ട് എന്നുള്ള അങ്ങനെയാണ് ഭഗവാൻ അത് സ്വീകരിക്കുക. സൂക്ഷ്മ രൂപത്തിലാണ് സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ ഭഗവാൻ അത് ശരിയായ വിശ്വാസത്തോടു കൂടിയും ശരിയായ നിർദ്ദേശം അനുസരിച്ചൊക്കെ ചെയ്യുന്നത് എന്തും ഭഗവാൻ സ്വീകരിക്കും. അല്ലാത്തതൊന്നും ഭഗവാൻ സ്വീകരിക്കില്ല. ഏത് കർമ്മവും ഭഗവാന് പരമപുരുഷന് വേണ്ടി അനുഷ്ഠിക്കപ്പെടണം, അല്ലെങ്കിൽ അത് ഭഗവാന് സ്വീകരിക്കില്ല എന്നുള്ളതാണ്. അല്ലാത്തതൊന്നും എന്താ പറയുക, ഭൗതികതയിലായാലും ആധ്യാത്മികയിലായാലും ഒരു ഗുണവും ചെയ്യില്ല. വിശ്വാസമില്ലാതെയും ശരിയായ നിർദ്ദേശം അനുസരിച്ചല്ലാതെയും ചെയ്യുന്നതും സാഫല്യമല്ല. വിശ്വാസമില്ലാതെ, ഭഗവാനോടുള്ള വിശ്വാസമില്ലാതെ, പിന്നെ ശരിയായ നിർദ്ദേശം എന്താ? വേദവിധി പ്രകാരം പറഞ്ഞിരിക്കുന്ന അതനുസരിച്ച് വേണം ശരിയായ നിർദ്ദേശം. ആ നിർദ്ദേശത്തിൽ കൂടി അല്ലാതെ ചെയ്യുന്നതൊന്നും സഫലീകരിക്കില്ല. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം ഭഗവാൻ വിശ്വസിക്കണമെന്നാണ് വൈദിക ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേപടി വിശ്വസിച്ച് ഭഗവാനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രകാരം അത് അനുകരിച്ച് പോരുന്നവർക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ കടാക്ഷം ഉണ്ടാവുകയും ഭഗവാൻ എന്നുള്ള ഇത് എന്താ പറയുക ഗുണം അല്ലെങ്കിൽ ഓർഡർ നമുക്ക് കിട്ടും. അത് അല്ലാത്തവർക്ക് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവില്ല. വേദവിഹിതങ്ങളായ കർമ്മങ്ങളുടെ എല്ലാം പരമമായ ലക്ഷ്യം കൃഷ്ണൻ എന്ന് അറിയുക. വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കർമ്മങ്ങളൊക്കെ നമുക്ക് ഭഗവാന്റെ കൃഷ്ണനെ അറിയുക എന്നതാണ്. അതിനായിട്ട് നമ്മൾ ശ്രമിക്കുക. അങ്ങനെ വേദവിധപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ ഏറ്റെടുക്കുന്നു. ഈ പ്രമാണം അനുസരിക്കാത്തവർക്ക് ആർക്കും വിജയം ലബ്ധിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർമ്മം ചെയ്യുമ്പോൾ അത് ധാർമ്മികമായുള്ള കർമ്മം, വേദവിധിപ്രകാരമുള്ള കർമ്മം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ആൾക്കാർക്കും, എല്ലാ ജീവാത്മാർക്കും വിജയം കിട്ടും. എന്താണ് വിജയം? ഭൗതികതയിൽ നിന്നും ആധ്യാത്മികയിലേക്ക് ഭഗവാനിലേക്ക് എത്തുന്ന വിജയം. ആ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ആ പ്രമാണം അനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാവും. അല്ലാത്തവർക്ക് വിജയം ഉണ്ടാവില്ല. വിശ്വാസനായ ഒരു ആധ്യാത്മികാചാര്യന്റെ മാർഗദർശിയായിക്കൊണ്ട് ആദ്യം മുതൽക്കേ കൃഷ്ണാബോധത്തോടെ പ്രവർത്തിച്ചു വരികയാണ് ഉത്തമം. ആദ്യം നമുക്ക് വേണ്ടത് നല്ല ഉത്തമനായ ഒരു ഗുരു തന്നെയാണ്. ആ ഗുരുവിന്റെ അടുത്തെത്തി നമുക്ക് ഇതിനു വേണ്ട
പ്രയത്നം ചെയ്യുക കൃഷ്ണാബോധത്തിലേക്ക് എത്താനുള്ളത്. അതിന് ആദ്യം അതാ പറഞ്ഞല്ലോ, ആ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, നമ്മള് ഭഗവത്ഗീത ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ആദ്യം സത്സംഗങ്ങൾ കൂടി നമുക്ക് ഭക്തന്മാരുമായുള്ള സമ്പർക്കത്തിൽ കൂടി പാദപ്രദർശന ഗുരു, ആ ഗുരുവിൽ കൂടി നമുക്ക് ഭഗവാനിലേക്ക് ഗുരുവിലേക്ക് എത്താം. ആദ്യം ഒരു വഴികാട്ടി ഉണ്ടാവണം. നമുക്ക് വഴി കാട്ടുന്ന ഒരാൾ, ഒരു ഗുരു ഉണ്ടായിരിക്കണം. അതിനുശേഷം ശിക്ഷാഗുരു ഉണ്ടായിരിക്കണം, പിന്നെ ദീക്ഷാഗുരു ഉണ്ടായിരിക്കണം, പിന്നെ ചൈത്യഗുരു, അങ്ങനെ 4 ഗുരുക്കന്മാരുണ്ട്. ആ ഗുരു അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് നമുക്ക് പോകണം. അങ്ങനെ പാദപ്രദർശന ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ അടുത്തേക്ക്, ശിക്ഷാഗുരുവിന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ ആ ശിക്ഷാഗുരുവിനെ കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസനായ ഒരു ആധ്യാത്മികനെ മാർഗദർശിയായിക്കൊണ്ട് ആദ്യം മുതൽക്ക് കൃഷ്ണാബോധത്തോടെ പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പടി ഭഗവത്ഗീത പഠിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഓരോന്നും നമ്മൾ കയറി എത്തനേക്കാട്ടും മുമ്പ് ഭഗവാനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം. ഭഗവാൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഭക്തിയുണ്ട്, നമ്മൾ അമ്പലത്തിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്, പക്ഷെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ഫോളോ ചെയ്യണില്ല. അതുകൂടി ഫോളോ ചെയ്യാണ്, അതും കൂടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഭക്തി സേവനം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഉന്നതി ഉണ്ടാവും. അല്ലാത്ത പക്ഷം ഭഗവത്ഗീത പഠിക്കാണ്ട് നേരിട്ട് ഭാഗവതത്തിലേക്കോ അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഭക്തന്മാർ ഇവിടെ നാരായണിയോ രാമായണോ ഒക്കെ വായിക്കുന്നുണ്ട്, ഒരു പ്രത്യേകത, ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് എനിക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആ ഭഗവത്ഗീതയിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ആർക്കും ഉന്നതിയിൽ എത്താൻ പറ്റില്ല എന്ന് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആദ്യം ഭഗവത്ഗീതയിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം മുതൽക്ക് കൃഷ്ണാബോധത്തോടെ പ്രവർത്തിച്ച് വരികയാണ്. അങ്ങനെ കൃഷ്ണാബോധത്തിലേക്ക് എത്തണം, അങ്ങനെ കൃഷ്ണാബോധത്തിൽ പ്രവർത്തിച്ച് തുടങ്ങണം. അതാണ് വിജയത്തിലേക്കുള്ള ഈ വഴി. വിജയത്തിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മികതയിലേക്കുള്ള വഴി. ബദ്ധമായ അവസ്ഥയിൽപ്പെട്ടിരിക്കെ മനുഷ്യർ ദേവന്മാരെയോ പ്രേതങ്ങളെയോ കുബേരാദികളെയോ യക്ഷന്മാരെയോ ആരാധിക്കാൻ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ദേവന്മാര് സത്വഗുണികളും പിന്നെ എന്താ പറയുക അസുരന്മാര്, സത്വഗുണികൾ ദേവന്മാരെയും രജോ ഗുണികള് അസുരന്മാരെയും തമോ ഗുണികളെ പ്രേതാത്മാക്കളെയും ആരാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ആരാധിക്കുന്നവർക്ക് എന്താണ് അതേ അവസ്ഥയിലേക്ക്, അതേ തലത്തിലേക്ക് പോകേണ്ടി വരും. പിന്നെ എന്താ, ചെയ്തു വെച്ച പുണ്യകർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ വീണ്ടും പതനം തന്നെയാണ്. അതായത് തമോ ഗുണികൾ അതിലും താഴെയുള്ള ഗർത്തത്തിലേക്ക് പോകും. രജോ ഗുണികൾ തമോ ഗുണത്തിലേക്ക് എത്തിപ്പെടും. സത്വഗുണികൾ എന്താ രജോ ഗുണത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. ആയതിനാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്, ഈ ആചാര്യനെ സമീപിച്ച് ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി, കൃഷ്ണാബോധത്തിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം. നേരിട്ട് കൃഷ്ണാബോധത്തിൽ എത്തുന്നവനാകട്ടെ, ഇപ്പൊ നേരിട്ട് കൃഷ്ണാബോധത്തിൽ ജന്മം കൊണ്ടേ അവര് കൃഷ്ണാബോധത്തിലാണെങ്കിൽ, അതായത് അത്ര ഇപ്പൊ ശ്രീല പ്രഭുപാദർ അങ്ങനെയാണ്, ജന്മം കൊണ്ടേ കൃഷ്ണാബോധത്തിലാണ്. കാരണം വെച്ചാൽ പോയ ജന്മത്തിന്റെ സുഹൃതം കൊണ്ട് നല്ല കുടുംബത്തിൽ ജനിക്കാൻ സാധിച്ചു, നല്ല ചുറ്റുപാടിൽ ജീവിക്കാൻ സാധിച്ചു. ആയതിനാൽ നല്ല ജന്മം കൊണ്ടേ ആള് കൃഷ്ണാബോധത്തിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ഈ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം, പ്രഭുപാദർ ത്രിഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ടാണ് ഇത്രയും ജനങ്ങളെ, ഇത്രയും വലിയ ഒരു സ്ഥാപനം ഉണ്ടാക്കാനും ഇത്രയും ലോകത്തിൽ വ്യാപിപ്പിക്കാനും അവരെയൊക്കെ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി പ്രവർത്തിപ്പിക്കാനും ബദ്ധാത്മാക്കളെ ഒക്കെ, ഈ പതിതരെയൊക്കെ ഉയർത്താനുള്ള കഴിവ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ കൃഷ്ണാബോധത്തിൽ ആയതുകൊണ്ട് തന്നെയാണ്, ത്രിഗുണങ്ങൾക്ക് അതീതനായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ആവുകയാണെങ്കിൽ ക്രമേണ അങ്ങനെ നേരിട്ട് കൃഷ്ണാബോധത്തിൽ എത്തുന്നവനാകട്ടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. അങ്ങനെ ഉള്ള ഒരാളാണ് നമ്മുടെ ശ്രീല പ്രഭുപാദ ഗുരു. ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ കൂടി ശുദ്ധഭക്തന്മാരുമായുള്ള സമ്പർക്കത്താൽ നേരിട്ട് കൃഷ്ണാബോധത്തിൽ എത്തിക്കുന്ന ഈ മാർഗമാണ് ഉത്തമം. ക്രമേണ ഉത്കർഷം പ്രാപിക്കുന്ന പ്രക്രിയ ഉണ്ടെങ്കിൽ കൂടി, അതായത് ഇത് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള, അതായത് കൃഷ്ണാബോധത്തിൽ എത്തുന്നതിനാണ് ഓൾറെഡി കൃഷ്ണാബോധത്തിലാണെങ്കിലും തന്നെ ശുദ്ധഭക്തന്മാരുള്ള കൂടുതൽ സമ്പർക്കത്തിൽ നേരിട്ട് കൃഷ്ണാബോധത്തിൽ എത്തിക്കുന്ന ഒരു മാർഗമാണ് ഉത്തമം എന്നാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോ നേരിട്ട് കൃഷ്ണാബോധത്തിലേക്ക് എത്തുകയാണ്, അതായത് സത്വഗുണത്തിനും തമോ ഗുണത്തിനും രജോ ഗുണത്തിലും കൂടി പടിപടിയായി വരുന്നേക്കാട്ടും നല്ലത് നേരിട്ട് കൃഷ്ണാബോധത്തിലേക്ക് എത്താൻ പറ്റുകയാണെങ്കിൽ അതാണ് ശ്രേഷ്ഠം. ഈ അധ്യായത്തിൽ അത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വഴിക്ക് വിജയം നേടാൻ ആദ്യമായി തന്നെ ശരിയായ ഒരു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിൽ നിന്ന് പരിശീലനം നേടണം. അപ്പോൾ അങ്ങനെ കൃഷ്ണാബോധത്തിൽ എത്തണമെങ്കിൽ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, ഒരു ആചാര്യനെയാണ് നമുക്ക് ഏറ്റവും സത്യസന്ധമായ ഒരു ആചാര്യനെ, അല്ലെങ്കിൽ അത്രയും ഭഗവാൻ
ആചാര്യൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ തന്നെ, കൃഷ്ണന്റെ പ്രതിനിധിയാണ്, ഭഗവാന്റെ പ്രതിനിധിയാണ് ആചാര്യൻ, ഭഗവാൻ തന്നെയായിട്ട് കാണണം. അപ്പൊ അങ്ങനെയുള്ള ആചാര്യനെ കിട്ടുകയാണ് ഒരു ശിഷ്യന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം. ആ ആചാര്യനെ കിട്ടിയാൽ ആചാര്യനിൽ നിന്ന് നമ്മൾ പരിശീലിക്കണം. അങ്ങനെ ക്രമേണ ഭഗവാനിൽ വിശ്വാസം ഉറയ്ക്കും. പക്വദശയിൽ അതിനെയാണ് ഈശ്വരപ്രേമം. ആ വിശ്വാസം ഉറച്ച് നമ്മൾ സേവ ചെയ്ത് ഭഗവാനെ സേവ ചെയ്ത് ജ്ഞാനം സമ്പാദിച്ച പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴാണ് അത് പക്വദശയുള്ളത്, പാകപ്പെട്ടു വരുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈശ്വരപ്രേമം, അതിനെയാണ് ഈശ്വരപ്രേമം എന്ന് പറയുന്നത്. പാകമാവണം, അതായത് ഭക്തി ചെയ്ത് 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 സേവ ചെയ്ത് ഭഗവാനും ഗുരുവിനുള്ള സേവ ചെയ്ത് നമ്മൾ പാകപ്പെടുമ്പോഴാണ് അത് ഈശ്വരപ്രേമമായിട്ട് വരുന്നുള്ളൂ. ജീവാത്മാക്കളുടെ എല്ലാം ആത്യന്തിക ലക്ഷ്യം ഈ പ്രേമമാണ്. അപ്പോൾ ഓരോ ജീവാത്മാവിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ഈ ഭഗവാന്റെ ഭഗവത്പ്രേമത്തിലാണ് ആത്യന്തിക ലക്ഷ്യം വേണ്ടത് അല്ലെ? ലക്ഷ്യം എന്നുള്ളത് പരമാത്മാവിൽ നിരപേക്ഷ തത്വത്തിലേക്ക് അല്ലെങ്കിൽ ഭഗവാനിലേക്ക് എത്തുന്നില്ലേ? അത് ആ കൃഷ്ണപ്രേമമാണ് എല്ലാവർക്കും ആഗ്രഹം. അത് നമ്മളൊക്കെ ഇത് ഭഗവാനെ കാണുന്നതിനെക്കാട്ടും മുമ്പ് ഭഗവാൻ നമ്മളെ അങ്ങനെ കാണാൻ സാധിക്കട്ടെ. നമുക്ക് ഭഗവാനെ നമ്മളെ തിരഞ്ഞെടുക്കും, നമ്മൾ ഭഗവാനെ തിരഞ്ഞെടുക്കാം, ഭഗവാൻ നമ്മളെ തിരഞ്ഞെടുക്കാൻ എത്തണം. നമ്മൾ നേരിട്ട് കൃഷ്ണാബോധത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഈ 17-ാം അധ്യായത്തിന്റെ സന്ദേശം. അപ്പൊ നേരിട്ട് ഒരാള് ഈ ഗുണങ്ങളിൽ നിന്ന് മാറാൻ സാധിച്ച് കൃഷ്ണാബോധത്തിൽ നേരിട്ട് എത്താൻ സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. എല്ലാവരും ഭഗവാന്റെ കാര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും ആ തലത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഈ അധ്യായം കഴിഞ്ഞ അധ്യായത്തിലെ 2 ശ്ലോകം, അവസാനത്തെ 2 ശ്ലോകത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ശാസ്ത്രം തന്നെ അവലംബിക്കണം എന്ന്. അപ്പൊ ശാസ്ത്രം അവലംബിക്കുന്ന ആൾക്കാർ ആരാണ് അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ സത്വഗുണത്തിലുള്ള ആൾക്കാരാണ് ശാസ്ത്രം ശരിക്കും ഫോളോ ചെയ്യുന്നു. മറ്റുള്ളവർ അങ്ങനെയല്ല. ഇത് സ്ഥാപിച്ച ശേഷം പിന്നെ അതിൽ നിന്ന് ഫ്രം സത്വഗുണ ടു ട്രാൻസെൻഡൻസ്, ഇതാണ് അവസാനത്തെ 6 ശ്ലോകങ്ങൾ ഉദ്ദേശിക്കുന്നത്. 22-ാം ശ്ലോകം വരെ സത്വഗുണമാണ് ശരിക്കും ശാസ്ത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാർ സത്വഗുണികളാണ്. അപ്പൊ അതിൽ മാത്രം നിന്നാൽ പോരാ, ഭഗവാനായിട്ട് കണക്ട് ചെയ്യണം. അൾട്ടിമേറ്റ്ലി അതിന്റെ ലക്ഷ്യം ഭഗവാനാണ്. വേദേഷു സർവേ അഹമേവ വേദ്യം എന്ന് പറയുമ്പോൾ അതിൽ കണക്ട് ചെയ്യാം. അപ്പൊ അതാണ് ഫ്രം സത്വഗുണ ടു ട്രാൻസെൻഡൻസ്. 22 മുതൽ 28 ശ്ലോകങ്ങൾ അതാണ്. അപ്പൊ അതോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് അല്ലെങ്കിൽ നേരെ കൃഷ്ണപ്രേമത്തിൽ എത്തിയണം. അത് കൃഷ്ണാബോധം വളർത്താണ് ഏറ്റവും ഫൈനലായിട്ടുള്ള വേദങ്ങളുടെ ഉദ്ദേശം. അതാണ് എല്ലാവരും കൃഷ്ണാബോധത്തിലെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ 17-ാം അധ്യായം. അതുപോലെ ശരിക്കും ഇവിടെ ഭഗവത്ഗീത അവസാനിക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന്റെ ഒരു ഇതുവരെ പറഞ്ഞെല്ലാം കൂടി ഒരു സമ്മറി ആണ്. കഴിഞ്ഞ 17 അധ്യായത്തിന്റെ സമ്മറിയാണ് 18-ാം അധ്യായം. അപ്പോ 17-ാം അധ്യായം മനസ്സിലാക്കാൻ പറ്റും അതിന്റെ അവസാനം എന്താണ്? ജീവാത്മാവിന്റെ പ്രകൃതിയുടെ കാലത്തിന്റെ കർമ്മത്തിന്റെ എല്ലാം വിശദീകരിച്ച ശേഷം ഇതിനെ ഏറ്റവും ഉദകമാകുന്ന പ്രോസസ്, ശരിയായ പ്രോസസ് എന്നുള്ളത് കൃഷ്ണാബോധത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് ഭഗവത്ഗീത അവസാനിക്കുന്നത്. കൃഷ്ണാബോധത്തിലേക്ക് ജീവാത്മാവിനെ കൃഷ്ണാബോധത്തിലേക്ക് എത്തിക്കുന്നു. യെസ്. പിന്നെ അവിടുന്ന് പ്രയാണം ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകാവുന്നതാണ്. എല്ലാവരും കൃഷ്ണാബോധത്തിലെ തുടർച്ചയുടെ അവസാനം അതിന്റെ ലക്ഷ്യാവസാനം പറയേണ്ട അവസാനം പക്വദേശര ഈശ്വരപ്രേമം. ഈശ്വരപ്രേമത്തെ നമ്മൾ കൃഷ്ണപ്രേമം എന്ന് പറയും. അതിന്റെ പക്വദേശന കൃഷ്ണപ്രേമം. അപ്പോ ഇവിടെ കൊണ്ടെത്തിച്ച ശേഷം ഇനി അടുത്തുള്ള നമുക്ക് കൃഷ്ണപ്രേമമാണ്. അത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഭാഗവതത്തിലേക്ക് പോകണം. അതിന്റെ എക്സ്ട്രീം ഫോമിലേക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ചൈതന്യ ചരിതാമൃതം പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. വഞ്ചാ കൽപ്പതരൂപസ്യ കൃപാസിന്ധുഭ്യോ പതിനാനാം പാവനേഭ്യോ വിഷ്ണുഭ്യോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ്.